ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ബോസ് വിളിച്ചാണ് ബോസിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, ബിൽഡിംഗ് ഒക്കെ വീട്ടിലേക്കെല്ലാം. അപ്പൊ ഗൈസ് നമ്മളെ വീടിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തേക്കണം. അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ കളറ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നമ്മൾ 2-3 ദിവസമായി കളർ ചേഞ്ച് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്ത് കാരണം നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോ ഈ വണ്ടി അധികം യൂസ് ചെയ്യില്ല, നമ്മളെ മേങ്ങി വെച്ച് നല്ലത് അധികം ഒന്നും യൂസ് ചെയ്യില്ല, എന്നാലും യൂസ് ചെയ്യലൊക്കെ ഉണ്ട്. നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗ് പോയേക്കാം. എന്തിനാണെന്നൊന്നും അറിയാം, നമുക്ക് നേരെ പോയേക്കാം. അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിലൊക്കെ എത്തി. നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങിങ്ങാണ്ട് ബോസിനോട് ചോദിച്ചു നോക്കാം എന്താ. നമുക്ക് നേരെ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് നേരെ വരാം. അത് കേസ് അപ്പൊ നമ്മളോട് ബോസ് പറഞ്ഞു, നമ്മളിപ്പോ നമ്മളെ ഗരാജില്ല, അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പം അവിടെ പോന്നുകാണ്ട് ഒരാളെ കണ്ടുകാണ്ട് ബോസിനോട് എന്താ കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം. അവിടെ ഒരാളുണ്ടാവും എന്നാ പറഞ്ഞത്. നമ്മളങ്ങോട്ട് പോയപ്പോ കണ്ടീനി അയാളാണെന്ന് പറഞ്ഞു. നമുക്ക് നേരെ പോയി നോക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇയാളാണോ? പക്ഷെ നമുക്ക് ഉള്ളിൽ എന്നാ പറഞ്ഞു. ഇവിടെ പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ ഉള്ളിലൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്കിത് വണ്ടി റബ്ബറായിട്ട് നിർത്തിയിട്ട് എന്നിട്ട് ഔടായിട്ട് ഉണ്ടാവും എന്നാ പറഞ്ഞത്. നമ്മളവിടെ ഒരു ദിവസം കണ്ടിരുന്നു. അയാളാണോന്ന് പുറത്ത് നിൽക്കണമെന്ന് പറയാൻ പറ്റൂല. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ തന്നെ ഉണ്ടാവുക. കാരണം ഇവിടേക്കാണ് നമ്മൾ പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. പക്ഷെ അവിടെ ഒരു പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ 2 ബിൽഡിങ്. നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടാകും. പക്ഷെ ഇവിടെ വന്നിട്ട് ആരും കാണണമൊന്നുമില്ല. അവിടെ അയാൾ നിൽക്കേണ്ടിയത്, പക്ഷെ അവിടെ കാണണമൊന്നുമില്ല. നമുക്ക് നേരെ ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ഒരു ബൈക്ക് കിടക്കണം, അടിപൊളി ബൈക്ക്. നമ്മളെ കളറൊക്കെ അടിപൊളിയാണ്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ നിൽക്കണ ബൈക്കാണെന്ന് തോന്നുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നീന്, നമ്മളെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇവിടെ ഓട്ടി നോക്കാം. ഓട്ടാൻ പറ്റുമോന്നൊന്നും അറിയാം. നമുക്ക് ഓട്ടി നോക്കാം. അയാളെ കാണില്ലല്ലോ, അപ്പൊ നമുക്ക് തൽക്കാലത്തിന് ഓട്ടി നോക്കാം. പക്ഷെ ഇവിടെ ഉണ്ടാവേണ്ടിയതാണ് അയാൾ. നല്ല സ്റ്റാർട്ട് നമുക്ക് ഓട്ടി നോക്കാം. ചിലപ്പോ വരാനും നേരം വൈകിയതാണ്. പക്ഷെ നമുക്ക് ഒരു റൗണ്ട് ചുറ്റി നോക്കാം. പക്ഷെ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ നമുക്ക് ചുറ്റുക. നമുക്കിതാ ഇതിക്കൂടെ റൗണ്ട് ചുറ്റി നമുക്ക് അവിടെ തന്നെ പോയി നോക്കാം. കൈസ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലായി. ഇതൊരു ടയറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പിന്നെ ഇവിടെ ഒരു മോൾ കൂടെ ഒരു പാലത്ത് വരുന്നുണ്ട്. അതിന് പണിയൊന്നും നടന്നിട്ടില്ല. ഇവിടെ സിമെന്റ് ഒക്കെ ഒഴിച്ച് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ചാടി വെക്കാം. ഇതിന്റെ മുകളിൽ കൂടെ ചാടി വെക്കാം. കുറച്ചൊക്കെ ആയിട്ട് ഇതിക്കൂടെ മുകളിൽ കൂടി ചാടി വെക്കാം. ഇത് അത്ര പോകുന്നില്ല. അവിടെ ഇടിച്ചില്ല. നമുക്ക് നേരെ ബാക്ക് എടുത്താണ് പോയേക്കാം. പക്ഷെ ഇവിടെ കണ്ട അയാളെ കാണില്ല. അതാ അവിടെ അയാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അയാളെ അടുത്തൊക്കെ ഒന്ന് പോയേക്കാം. നമുക്ക് വണ്ടി ഇത് അവിടെ ആയിട്ട് നിർത്തിയിട്ട് കണ്ട് നമുക്കൊന്ന് പോയേക്കാം. ചിലപ്പോ അയാൾ തന്നെ ആയാലും നമുക്ക് നേരെ സംസാരിച്ചോ. നമ്മൾ വെറുതെ ഒക്കെ നിൽക്കാം. നമുക്ക് നേരെ പോയേക്കാം. ഹലോ സാറ്, അപ്പൊ നമ്മള് ബോസ് പറഞ്ഞിട്ട് വന്നേനി. അപ്പൊ ബോസ് നിങ്ങളോട് കാര്യം പറയാൻ പറഞ്ഞിനി. അപ്പൊ ബോസ് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെ ബോസിനെ വിളിച്ചാം. ഹലോ, അപ്പൊ നമ്മള് ആളെ കണ്ടിരുന്നു. കുറച്ചവിടെ നിന്ന് അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ. അപ്പൊ ആള് പോയും ചെയ്തത്. ഞാന് പറയാൻ പറഞ്ഞു, സ്ഥലം പറയാമെന്ന്. അതൊന്നും കുഴപ്പമില്ല, ആളെ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മള് ബോസിനൊക്കെ വിളിച്ചറിഞ്ഞപ്പോ ആള് പോയിക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് നേരെ ബൈക്ക് അവിടെ കൊണ്ടുപോയിട്ട്. അപ്പൊ ബോസ് സ്ഥലം പറയാൻ മറന്നല്ല. ബോസ് പറഞ്ഞ് റോട്ടിന്റെ അവിടെ നിൽക്കുന്ന പറഞ്ഞു. പക്ഷെ നമ്മളോട് സ്ഥലം പറഞ്ഞിട്ടില്ല. അതാണ് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നമ്മളവിടെ വരുമ്പോ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ വണ്ടി എടുത്ത് പോവുകയാണ്. നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം. ഗൈസ് നമ്മള് ബോസിനോടൊക്കെ കാര്യം പറഞ്ഞിരിക്കണേ. അപ്പൊ ബോസ് നമ്മളോട് വീട്ടിൽ പോകാനാ പറഞ്ഞത്. ഗൈസ് അവനെ വീട്ടിലൊക്കെ എത്തിക്കണ്. നമുക്ക് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ എത്തിക്കണ്. ഗൈസ് നമ്മൾ കുറച്ച് വേർത്തൊക്കെ വിളിച്ചിരുന്നു. നമ്മളവിടെ എവിടെ പോയിട്ട് നമുക്ക് നേരെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റി. നമ്മളിപ്പോ കോളേജിക്കൊന്നും അധികം പോകില്ല. നമുക്ക് കുറെ ഡ്യൂട്ടി ഇതൊക്കെ ആയിട്ട് നമ്മളിപ്പോ കോളേജിലേക്ക് അധികം പോകില്ല. അത് കോളേജ് കഴിയാനായിരിക്കണം. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നേരെ കോളേജിൽ പോവാം. നമ്മളെ പുതിയ കാർത്ത് കാണാൻ നമുക്ക് നേരെ കോളേജിൽ പോകാം. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിരിക്കുന്നു. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ചെയ്യാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും. ഇനി മുതൽ നല്ല വീഡിയോസ് വരും. അപ്പൊ നമുക്ക് നേരെ കയറിയാലും ഡ്രസ്സ് മാറ്റിയാൽ നമുക്ക് നേരെ കോളേജിലേക്കൊക്കെ പോകും. നമുക്ക് നേരെ ഡ്രസ്സ് മാറാൻ പോവാം. അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. അപ്പൊ നമുക്ക് നേരെ വണ്ടി എടുത്ത കാര്യം നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം. ഇതാണ് നമ്മളെ പുതിയ വണ്ടി. അപ്പൊ ഇത് കാണാത്തവര് നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിക്കാണ്. നമ്മൾ ഐ ബട്ടണില് വീഡിയോ കൊടുക്കാം. അപ്പൊ അത് പോയി എല്ലാവരും കാണാം. ഗൈസ് നമുക്ക് നേരെ ഇനിയിപ്പോ കോളേജിലേക്ക് നേരെ പോവാം. അത് ഗൈസ് കോളേജിലൊക്കെ എല്ലാവരും എത്തി. ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ചെയ്യാനല്ലോ. നമ്മളിപ്പോ കുറെ കാലമായിട്ട് കോളേജിലേക്ക് പോകാത്തൊന്നും അറിയാം. പുതിയ വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ വണ്ടി വലിച്ചിടുന്ന പെട്ടെന്ന് എടുത്ത് പോവാമല്ലോ. നമ്മളിന്ന് കോളേജിൽ നല്ല ലേറ്റ് ആയിക്കണം. അപ്പം ഇനി എന്താന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് കുറച്ച് നേരം വൈകിട്ടൊക്കെ വീട്ടിലേക്ക് പോയത്. അത്ര പണിയൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് അപ്പൊ നമുക്ക് നേരെ കോളേജിന്റെ ഉള്ളിലേക്ക് കയറി പോകാം. നമുക്ക് ഞാൻ അധികം ഇവിടെ നിന്ന് സമയം വൈകിച്ചാൽ നമുക്ക് നേരെ കോളേജ് കഴിഞ്ഞിട്ട് കാണാം. അത് കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ 2 ആൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയി. നമ്മൾ
കുറച്ചൊന്നല്ല നല്ല മോളം നേരം വൈകിക്കണം. നമുക്ക് നേരെ ഇനി ബോസിന്റെ ബിൽഡിംഗ് ഒക്കെ വേണം. ബോസിനോട് കുറച്ച് പൈസ ചോദിച്ചാണ്ട് നമ്മള് രാവിലെ ചെയ്ത ഡ്യൂട്ടിക്ക് നമ്മള് ബോസ് കുറച്ച് തരാന്ന് പറഞ്ഞിന്. അപ്പൊ നമുക്ക് നേരെ പോയി ചോദിച്ചു നോക്കാം. നമുക്ക് കുറച്ച് പൈസന്റെ അത്യാവശ്യം ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ചോദിച്ചാണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. അതേസ് നമുക്ക് ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ എത്തിക്കണം. നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. അപ്പൊ ബോസ് ഇവിടെ എത്തിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ നേരത്തെ വന്നപ്പോ ബോസ് ഒന്നും ഇല്ലേനും ഇവിടെ. ബോസിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു നമുക്ക്. അപ്പൊ നേരെ നമുക്ക് കുറച്ച് പൈസ ഒക്കെ തന്നിക്കണ്. നമ്മൾ വിചാരത്തിനെ കാട്ടിണ്ട്. നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇനിയിപ്പോ നമ്മളൊന്നുമില്ല. നമുക്ക് ഞാൻ വണ്ടി വളച്ചാൽ നമുക്ക് നേരെ വീട്ടിൽ പോകാം. വീട്ടിലൊക്കെ എത്തിക്കണം. നമുക്ക് നേരെ വണ്ടി ഇവിടെ നിർത്തിടാം. അപ്പൊ നമ്മള് വീട്ടിലെത്തിക്കണം. നമുക്ക് നേരെ ഇനി വണ്ടിന്ന് ഇറങ്ങാം. അതിന് വണ്ടിന്നൊക്കെ ഇറങ്ങിക്കണേ. അപ്പൊ നമുക്ക് പൈസ ഒക്കെ നമ്മൾ വിചാരിച്ച് കിട്ടിയത്. നമ്മളത്തെ പുതിയ വണ്ടിയാണ്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടി മേങ്ങിയതാണ്. അപ്പൊ നിസാൻ GT കാർ എന്നാണ് വണ്ടീന്റെ പേര്. പക്ഷെ അവ കൊച്ചു കൂടത്തുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ നല്ലൊരു വീഡിയോ കാണുക.